പെട്ടെന്ന് നാക്കുപെൻഡ നാക്ക് ടാക്ക എന്ന് പറഞ്ഞ് കേൾക്കുമ്പം എല്ലാവർക്കും ഒരു ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നിയേക്കാം ഇതെന്ത് കാരണം മലയാളം വേർഡല്ല. പക്ഷേ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഈ സബ്ജക്റ്റിനും ചേർന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു ആഫ്രിക്കയിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു പേര് അതിന് ടൈറ്റിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആഫ്രിക്കൻ പേര് തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ആഫ്രിക്കയിലെ സ്വാഹിലി എന്ന് പറഞ്ഞിട്ടൊരു ലാംഗ്വേജിലുള്ള ഒരു വേർഡാണ് നാക്കുപെൻഡ നാക്കുടാക്ക. ദാറ്റ് മീൻസ് ഐ ലവ് യു, ഐ നീഡ് യു. എനിക്ക് തോന്നുന്നു ഞാൻ അതർ ലാംഗ്വേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാളത്തിൽ നല്ല സിനിമകളുടെ മാത്രം ഭാഗമാകണമെന്ന് തീരുമാനിച്ചിരുന്ന ഒരു ഇയർ ആയിരുന്നു 2012 ഒക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് കഥകൾ കേൾക്കും. പക്ഷേ എനിക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ചിലപ്പം റയറായിട്ട് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഞാൻ ഒരു 3 പടങ്ങൾ നല്ല പടങ്ങൾ ചെയ്യണം എന്നുള്ളൊരു 3-4 പടങ്ങൾ ചെയ്താൽ മതി, ബാക്കി എനിക്ക് അതർ ലാംഗ്വേജ് ചെയ്യാം എന്നുള്ളൊരു കാൽക്കുലേഷനിൽ എത്തി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മാധവൻകുട്ടിച്ചേട്ടൻ്റെ എൻ്റെ അടുത്ത് വിളിച്ച് ഒരു എലമെൻറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് നേരിട്ട് വന്ന് സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം അടുത്ത കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഇത്രയും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് സംതൃപ്തി തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രവും ഒരു സബ്ജക്റ്റും ആയിരുന്നു നാക്കുപെൻഡയുടേത്. തീർച്ചയായിട്ടും ഞാനും കഥ കേട്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയത്, ഇപ്പം നമ്മൾ പല കഥകൾ കേൾക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഹീറോയ്ക്കുള്ളതുപോലെ അത്രയും ചിലപ്പോൾ കേൾക്കുന്ന എല്ലാ സബ്ജക്റ്റുകളിലും ഉണ്ടാവണം എന്നില്ല. പക്ഷെ കുറേയൊക്കെ ഈ പറയും പോലെ വർഷത്തിൽ നമ്മൾ 4 പടവും അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് 5 പടം ചെയ്യുന്നുണ്ടെങ്കിൽ 5 പടവും ഹീറോയിൻസിനെ സംബന്ധിച്ചിടത്തോളം 5 ചിത്രങ്ങളും ഹീറോയിൻസിന് അത്ര എടുത്തു പറയുന്ന ഒരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ നായകതുല്യമായിട്ടുള്ളൊരു കഥാപാത്രം എന്ന് പറയാൻ പറ്റുകയില്ല. വളരെ റെയറായിട്ടാണ് ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമുക്ക് വീണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചിത്രം ഉടനെ റിലീസാകാൻ പോകുന്ന ഈ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു നായകതുല്യമായിട്ടുള്ള ഒരു കഥാപാത്രവും ഇതുപോലൊരു മികച്ച ക്രൂവിനൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ. ഇല്ല, നമുക്ക് ആഫ്രിക്കയിലാണെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ആഫ്രിക്കയിൽ ഏത് സ്ഥലത്താണെന്നുള്ളത് എനിക്കറിയില്ല. ഒരു ആഫ്രിക്കയിൽ നടക്കുന്ന സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ. പക്ഷേ മെയിനായിട്ട് ആദ്യം നമ്മൾ എപ്പോഴും നോക്കുന്നത് കഥയും കഥാപാത്രങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് ലൊക്കേഷൻ എവിടെയാണെന്നും ഇതിനെപ്പറ്റി കൂടുതലൊരു ആങ്സൈറ്റി നമ്മൾ എടുക്കാറുള്ളൂ. ഏത് ലൊക്കേഷനാണെങ്കിലും നമ്മുടെ കഥയും കഥാപാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. എങ്കിലും ആഫ്രിക്കയിലാണെന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് അത്ര പരിചയമൊന്നുമല്ല ആഫ്രിക്ക. ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു ചിത്രവും പിന്നെ ഈ ഒരു ചിത്രവുമാണ് നമുക്ക് മലയാള സിനിമയിൽ നിന്ന് ഒരു ടീം പോയിട്ട് ആഫ്രിക്കയിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആഫ്രിക്ക എന്താണെന്നും സാധാരണ ഓഡിയൻസിന് അറിയാനൊരു ആൻസൈറ്റി ഉണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞറിവും ഈവൻ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ആഫ്രിക്കയിൽ പോകുന്നത്. അപ്പോൾ പറഞ്ഞറിവും കേട്ടറിവും ഒക്കെ വെച്ച് മാത്രമേ ആഫ്രിക്കയെക്കുറിച്ചിട്ടൊരു ഇമേജ് ഉള്ളൂ. ഇതെന്താണ് ശരിക്കും ആഫ്രിക്കയിലെ കൾച്ചർ എന്താണ്, ആഫ്രിക്കൻ ജനത എങ്ങനെയാണ്, ഇതൊക്കെ ഉള്ളൊരു ആകാംക്ഷ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്നു എനിക്ക്. മീൻസ് നമ്മൾ അവിടെ പോകുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് സാധാരണ ഓഡിയൻസിനും അവർക്ക് ഈ മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വളരെ ഭീകരത ജനിപ്പിക്കുന്ന ഒരു ഇമേജൊക്കെയാണ് ആഫ്രിക്കയെക്കുറിച്ചിട്ടുള്ളത്. ഈ സിനിമ വരുമ്പോൾ ആളുകൾക്ക് മികച്ചൊരു കഥയും കഥാപാത്രങ്ങളും മാത്രമല്ല അവർക്ക് കാണാൻ സാധിക്കുന്നത്, ആഫ്രിക്കയെ പറ്റിയുള്ള റിയൽ ഒരു ഇമേജ് അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാ ആളുകൾക്കും മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നും പോകാനായിട്ട് പറ്റില്ല. ഈവൻ മലയാള സിനിമയിൽ ഇപ്പം ദുബായിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അമേരിക്കയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ലണ്ടനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആഫ്രിക്കയിൽ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ഓഡിയൻസിന് നല്ലൊരു വിരുന്നായിരിക്കും. അതുപോലെ തന്നെ ക്യാമറാമാൻ ക്രിഷ് കൈമൾ അമേസിങ് ക്യാമറാമാനാണ്. അദ്ദേഹം ആഫ്രിക്കയുടെ എന്തൊക്കെ ഭാഗങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും, എന്നാൽ കഥയ്ക്ക് ചേർന്ന രീതിയിൽ അധികം അനാവശ്യമായിട്ടൊന്നും ചേർക്കാതെ വളരെ നീറ്റായിട്ട് കഥയ്ക്ക് ആവശ്യമായ രീതിയിൽ ആഫ്രിക്കയെ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും അതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ യൂഷ്വലി മലയാള സിനിമ നമ്മളിവിടെ തൊടുപുഴ അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ ഒറ്റപ്പാലം ഇങ്ങനെയുള്ളൊരു ടിപ്പിക്കൽ ഏരിയയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കാണുന്ന ആളുകൾക്കൊരു പുതുമയുണ്ട്. കാരണം അവരെ കണ്ടും എടുത്തിരിക്കുന്നവരും നമ്മളും പോയി ആ സ്ഥലവുമായിട്ട് പരിചയമുള്ളതായിരിക്കും. പക്ഷേ ഇത് ആഫ്രിക്കയിൽ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ പുതിയൊരു ആംബിയൻസ് നിന്നിട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊക്കെ ഒരു ആക്ടേഴ്സാണെന്ന് നമുക്ക് തോന്നുകയില്ല.
ചിലപ്പോൾ ഔട്ട്ഡോറൊക്കെ പോണ സമയത്ത് ഇവിടത്തെ പോലുള്ള സൗകര്യങ്ങൾ കിട്ടണമെന്നില്ല. നിലത്തുണ്ടെങ്കിൽ ഒരു മാറ്റ് വിരിച്ച് നിലത്തിരിക്കും. നമുക്കവിടെ ഒരു താരങ്ങളാണെന്ന് നമുക്ക് തോന്നില്ല. അതുപോലെ തന്നെ അവർക്ക് നമ്മളെ തിരിച്ചറിയില്ല. അവർക്കൊക്കെ ഒരു ഷൂട്ടിംഗ് നടക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമാണ്. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം, മാധവൻ കുടിച്ചാണ് പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള ട്രൈബൽസ്, മസായി ഗ്രൂപ്പിലുള്ള ട്രൈബൽസ് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ മുൻപരിചയം വളരെ കുറവാണ്. ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ നിൽക്കണം, അവർ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് നോക്കുകയില്ല, എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും ചിലപ്പോൾ അവർക്ക്. അപ്പോൾ അങ്ങനെ വളരെ നാച്ചുറലായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പ്ലസ് മാധവൻ കുടിച്ചാണ്ട് ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് പലപ്പോഴും ഭാഷയുടെ പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പം ഇതിൽ അഭിനയിക്കുന്ന നമുക്കൊക്കെ കഥ എന്താണ്, എങ്ങനെയാണെന്ന്, അടുത്തത് എന്ത് സീനാണ് വരുന്നതെന്നൊക്കെ അറിയാം. ഇവർക്കൊന്നും അറിയില്ല. ഇവർക്ക് എന്താണ്, അവർ ഡയറക്ടർ പറയണത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. ഇവർക്ക് കഥയെക്കുറിച്ച് അറിയില്ല, ചുറ്റുപാടിനെക്കുറിച്ച് അറിയില്ല, അവിടെ കഥാപാത്രങ്ങൾ എന്താണ്, ഇതിൽ ഒന്നും അറിയില്ല. പക്ഷേ എങ്കിലും എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് അവരെ കൊണ്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. അത് ശരിക്കും മാധവൻ കുടിച്ചാണ്ട് ഒരു കഴിവ് തന്നെയാണ്. റിയലി ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ, അതേ പറയാനുള്ളൂ. അമേസിങ് ഡയറക്ടറാണ്. കാരണം ഓരോ സീക്വൻസുകളാണെങ്കിലും എപ്പോഴും ഒരു ഈ സീനിനെക്കുറിച്ച് മാക്സിമം എങ്ങനെ നന്നാക്കണം, ഒരു സീനാണെങ്കിൽ വീണ്ടും ഡൗട്ടുകളുണ്ടാവും. ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് അത് ഒരുക്കുന്നത്. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ടീം വർക്കാണ്. ക്യാമറാമാനും ഡയറക്ടറും തമ്മിലുള്ള നല്ലൊരു സിങ്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആക്ടേഴ്സും, ഇവരെല്ലാവരും ജോയിൻ ചെയ്തപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ടീം വർക്കായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു മാസം നമ്മളവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും, ഞാൻ വളരെ അപൂർവം ചിത്രങ്ങളാണ് ക്യാമറയ്ക്ക് പുറകിലൊക്കെ പോയി നിൽക്കുക. നോർമൽ ചില സിനിമകളിൽ പോയാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളിലും നമുക്ക് അങ്ങനെ ഒരു ഫ്രീഡം കിട്ടണം എന്നില്ല. പിന്നെ ക്യാമറയുടെ പുറകിലൊക്കെ പോയി എനിക്കില്ലെങ്കിലും ഞാൻ പോയിട്ട് നിൽക്കുക, അറിയാൻ ശ്രമിക്കുക, ഡിസ്കഷനിൽ ചേരുക, അതൊക്കെ വളരെ റയറാണ് പെൺകുട്ടികൾക്ക്. അപ്പോൾ എനിക്ക് യാതൊരു റെസ്ട്രിക്ഷൻസോ ഒന്നും, വളരെ ഫ്രീഡമായിരുന്നു ഈ ഒരു സെറ്റിൽ. എനിക്ക് ഷൂട്ടില്ലെങ്കിലും ഞാനവിടെ പോയി നിൽക്കും. ചെയ്യുന്ന സീൻസിൽ മറ്റുള്ളൊരു ആക്ടേഴ്സിനെ അറിയും, മോണിറ്ററിൻ്റെ മുമ്പിൽ ഡയറക്ടർ കൂടി ഇരുന്ന് എന്താണ് എങ്ങനെയാണെന്ന് അറിയും, ഡിസ്കഷനിൽ ചേരും. സോ ശരിക്കും എല്ലാവർക്കും ഇതിൽ അഭിനയിച്ചിട്ടുള്ള A to Z ആർട്ടിസ്റ്റുകൾക്കും ഈ ചിത്രം കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, മനസ്സും നിറഞ്ഞിട്ടുണ്ടാവും. ഒപ്പം തന്നെ ഈ പെട്ടെന്ന് തീർന്നു എന്നുള്ളൊരു വിഷമവും തോന്നിയിട്ടുണ്ടാവും.